അല്ല അച്ഛാ, മാമന്റെ മുഖത്ത് ഭസ്മം എറിഞ്ഞപ്പോ അമ്മായി എങ്ങനെയാ വീണേ? അറിയില്ല, ശ്രീകുട്ടിനെ അറിയില്ല, കേശുവിനെ അറിയില്ല, പാർവതിക്ക് അറിയില്ല. മക്കളെ, അതാണ് അച്ഛൻ്റെ മന്ത്രത്തിൻ്റെ പവർ. ഇപ്പം ശ്രീകുട്ടിൻ്റെ പിറകെ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ. ഇതുവരെ 10 പേര് നിരന്നാലും ഈ 10 പേരും വീഴും. ഇപ്പം ഇവന് കൊടുക്കുന്ന മന്ത്രമല്ല ഗൗരിക്ക് കൊടുക്കുന്നത്, ഗൗരിക്ക് കൊടുക്കുന്ന മന്ത്രമല്ല അപ്പുറത്ത് കൊടുക്കുന്നത്. മന്ത്രം ഒന്നാണെങ്കിലും പല രീതിയിലാണ് എഫക്റ്റ് ആവുന്നത്. എന്തോന്ന് വെച്ചാ ഇത്? ഇതൊന്നും വിശ്വസിക്കാനും പറ്റാതെ. പക്ഷെ ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ചുമ്മാതല്ല ഏട്ടാ, അമ്മായി തറയിലൊന്നും നിൽക്കാതെ രണ്ടാൾ പൊക്കത്തിൽ ചാടണത്. ഞാൻ എന്തോന്ന് അളിയാ? നീ ഒന്നും ചെയ്യണ്ടടാ. നീ ഒരിടത്ത് അടങ്ങി ഒതുങ്ങിയിരി. അതാണ് ഇപ്പം നിനക്ക് നല്ലത്. ഞാൻ എന്ത് ചെയ്ത്? എൻ്റെ ശ്രീകുട്ട, നിങ്ങളെ കുടുംബത്തിലുള്ള ഒരാത്മാവാണ് ഗൗരിയിൽ കുടിയേറിയിരിക്കുന്നത്. അതും ശത്രുഭാവത്തിലുള്ള ആത്മാവ്. എന്താ വെച്ചാ ചുമ്മാ അങ്ങനൊന്നും ആയിരിക്കും. അങ്ങനെ ഞാൻ നിങ്ങൾക്ക് സയൻസിനെ മാത്രം വിശ്വസിച്ചുകൊണ്ടിരുന്നോ? പിന്നെ വേറെ ഒന്നും വിശ്വസിക്കണ്ട. ഞാൻ പോണു. അളിയ, പരിഹാരം പരിഹാരം നിൽക്കും. ഒഴിവ് കാണില്ല. നേരെ നോക്കിയാ ഒഴിവാണ്. മിണ്ടരുത്. ഒരു മിനിറ്റ്. രാമമാ വിളിച്ചാ വരാം എന്ന് പറഞ്ഞിട്ടാ പോയത്. വരുമോ? വരണം. എൻ്റെ കുടുംബത്തെ കാക്കണം. പകർന്നു തന്ന വിദ്യ എല്ലാം ഞാൻ പ്രയോഗിക്കാം, ഒരു ബുദ്ധിമുട്ടും കൂടാതെ. നീ രാഘവ മാമനും കൂടെ വന്നാൽ നന്നായിരിക്കും. കണ്ടറിയണ മക്കളെ, എനിക്കിപ്പോ അത്രേ പറയാൻ പറ്റൂ. പാറുവേ, ഇന്ന് രാത്രിയേ ചേച്ചിയുടെ ഒപ്പം കിടക്കാട്ടാ. കിടന്നിട്ട് വേണം നമ്മളെ രണ്ടുപേരെയും ഉപദ്രവിക്കാൻ. ഇവിടെ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.